നിനക്ക് നാണമില്ല? നീ ഒരു ചെറുപ്പക്കാരനല്ലേ? നീ ഇത് റെഡിയായില്ലേ? നിങ്ങളുടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഞങ്ങള് വിളിച്ചാന്നേ, അവന് പേടിയായിരുന്നു. പേടിയാണെങ്കിൽ ഞാൻ കൂടെ പൊക്കോട്ടോ. ഞാൻ കട്ടിലവിടെ എവിടെയെങ്കിലും ചുരുളോ. അത്രയ്ക്ക് ത്യാഗം നീ ചെയ്യണ്ട. നീ വേറെ റെഡിയാക്കി. എഴുന്നേക്ക്. എടാ റെഡി ആവാൻ ഒന്ന് വേഗം റെഡി ആയിക്കടാ. ആദ്യത്തെ പേടിയുള്ളടാ, പിന്നെ അങ്ങ് മാറിക്കോളുമല്ലോ. ചേച്ചി കീർപ്പണം. ചേച്ചി അറിവില്ല പൈതലാണ്, സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്തോണം. ഓൾ ദ ബെസ്റ്റ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണു കൂട്ടി കൊടുക്കണത്. വെറുതെ അല്ലല്ലോ, അവനെ നല്ല ഊറ്റിട്ടല്ലേ. ഞാനിപ്പോ അതെല്ലാം ആലോചിക്കണേ. അവിടെ ഇപ്പൊ എന്തായിരിക്കും നടക്കണേ? ശിവണ്ണ, എനിക്കൊരു സമാധാനില്ല. ഞാൻ പോയി നോക്കിയാലാ? വേണ്ട വേണ്ട വേണ്ട, തെറ്റ വേണ്ട. ആരാ? ഞാനാ. ചേട്ടനാ? എന്നാട്ടാ? പുള്ളി എവിടെ? സിദ്ധുവേ, എന്താ കാര്യം? പുള്ളി ഫ്രീ ആയോ? എന്താ കാര്യം? ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയാ. പുള്ളി ബിസിയാ. ബിസിയാ? അതെന്തോറ്റി? പുള്ളി പത്മാസനത്തിലാ. അതെവിടെയാണ് ചേട്ടാ? ഈ മറ്റേ ആസനം ഇല്ലേ, മറ്റേ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഒന്ന് പറഞ്ഞേക്കണം. ഞാൻ പോയിട്ട് പിന്നെ വരാം. പിന്നെ സാധനം തീരുമ്പോ പറയണം. വർഗീസ് എണ്ണെല്ലാം ഉണ്ട്. സെൽഫി ഡേയ്സ് ഞാൻ വേണ്ടി പറയട്ടാ. പോയിട്ട് വരട്ടെ. മര്യാദ അടിക്കണം. അപ്പൊ ഇതാണല്ലേ തന്റെ പ്രശ്നം? സാരമില്ല, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഈ പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലട്ടാ. ഓരോ സാഹചര്യങ്ങൾ അവർ ചെയ്താക്കണേ. എന്താടാ ഊളെ? ചേട്ടാ എന്നാട്ടാ? സെൽഫി എടുക്കണ കാര്യം ഒരുത്തനവിടെ സെൽഫി എടുത്തോണ്ടിരിക്കുക. അതാരി? അവനു. അതാണല്ലേ അവനിവിടെ കാണാത്തത്. അതെ, പിന്നെ സിദ്ധുവിന്റെ കൂടെയുള്ള ആ സെൽഫിയുടെ കാര്യം. എന്റെ പൊന്നടാ, അത് സിദ്ധു ഒന്നുമല്ല, സിന്ധു. അതൊരു ഭൂലോകം. നിന്നെ കാണിച്ചു കണ്ടോണ്ടിരിക്കുന്നത് മൂട് പോയി. അടിപൊളി. നല്ല മൂഡിൽ വന്നായിരുന്നു. അന്നേരം അവന്റെ അമ്മയുടെ സിദ്ധു. ഞാനിന്ന് മുള്ളിയിട്ട് വരാട്ടാ കേട്ടാ. അപ്പോ ഇതൊന്നൊരു തെറ്റല്ലേ? ഇത് തെറ്റാണോ ശരിയാണോ എന്ന് അവലോകനം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ മനുവിന്റെ ഈ പ്രശ്നം അത് ഇത്തിരി കുഴപ്പം ആണോ? വിഷമിക്കണ്ട, ഇതൊക്കെ മാറ്റിയിട്ട് ഈ സിന്ധു ഇവിടുന്ന് പോകും. ആഹാ, പേടിക്കല്ലേടോ. താൻ കണ്ണടച്ചിരുന്നാ മതി. കണ്ണടക്കടോ. കതിന്
നീയായിരുന്നോ? പേടിച്ചും പോയി. എന്തേ? അല്ല കുടിക്കാൻ വല്ലതും വേണം മോനെ? വേണ്ട ഗ്ലൂക്കോസ് നാലിട്ട് പിടിച്ചു. വേണ്ട. നീ എവിടെ പോടാ? മുള്ളാൻ പോയതാ മുള്ളാൻ. ഇതുവരെ കഴിഞ്ഞില്ല ഈ ഒരക്കല്. ഇപ്പൊ എവിടെ പോണ്? മുള്ളിട്ട് വരാം. ഒന്നുകൂടി മുള്ളിട്ട് വരാടാ. ഉള്ളത് തന്നെ പോണേ. എന്താ അടിമേ? എടാ ഇതുവരെ ഒന്നും തുടങ്ങിയില്ലേ? അതെന്റെ കാര്യല്ലേ? നീ ഇപ്പൊ വന്ന കാര്യം പറഞ്ഞേ. എടാ ഭയങ്കര കൊതുകല്ലടാ. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ കൊതുക് തീരാം. ഒരു പുല്ലും വേണ്ട. ഒന്ന് പോയി തരാൻ പറ്റുമോ നിനക്ക്? എന്റെ പൊന്നു അതെ, ഇനി എങ്ങനെ വാങ്ങിക്ക് വന്നിട്ടല്ലോ ചവിട്ടിയാൻ നെഞ്ചും പൊളിക്കും കേട്ടോ. മനു. ആ ഞാൻ തന്നെ. വലിയ ദേഷ്യക്കാരനാണല്ലേ. എന്താ അവിടെ ഇരിക്കുന്നത്? ഇവിടെ അടുത്ത് വന്നിരിക്കും. ഇതാണോ അടുത്ത്? സാരമില്ല, ഞാൻ അവിടെ വന്നിരിക്കട്ടെ. ഇതെന്ത് വിരയില? ഈ വിരയിലൊക്കെ ഞാനിങ്ങ് മാറ്റും. കൂടെ ചിരിച്ചോ? എന്താ കള്ളക്കഥ പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുന്നടാ? അല്ല സാറേ, കള്ളക്കഥ അല്ല സാറേ, സത്യകഥയെ. സത്യകഥയോ? നീയല്ലടാ പറഞ്ഞത് അവിടെ ഒരിക്കലും റെയ്ഡ് ഉണ്ടായിട്ടില്ലെന്ന്. പിന്നെ എങ്ങനെയാടാ ചൊക്ക അവിടെ പോലീസ് വന്നത്? അത് പിന്നെ സാറേ, അത് ഇതിനേക്കാൾ സൂപ്പർ കഥയാണ് സാറേ. ആ പിന്നെയും കഥയാ? ഇതുപോലെ രസമുള്ള കഥയാണോ? അട്ടാറ് കഥയാണ് സാറേ. ആ എങ്കി പറ. നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അത് പിന്നെ അയാളുമായിട്ട് ഒരു സെൽഫി നീ എടുത്തു തരണം. അത്രേ ഉള്ളൂ. അത് ഞാൻ റെഡിയാക്കി തരാം. ചേർന്നിപ്പിച്ചല്ലേ? ആ ശരിയാക്കി തരുമല്ലോ. ശരിയാക്കി തരാം. ഓ ഹലോ. ആ എടാ വർഗീസേ, ഇത് ഞാനാടാ മാർട്ടിൻ. മാർട്ടിനോ? ഞാനല്ലേ മാർട്ടിൻ? അത് ശരിയാണല്ലോ. അതല്ല ഇവിടുത്തെ വിഷയം. നീ ഇപ്പൊ എവിടെയാ? ഇപ്പൊ എല്ലാവരുമായിട്ട് ഒരു ടൂറ് പോയിക്കൊണ്ടിരിക്കുക, കൊടൈക്കനാൽ വരെ. ആ എന്നാ നീ ഒന്ന് ഞെട്ടാൻ തയ്യാറായിക്കും. ഒരു മിനിറ്റ്. ആ ഞെട്ടാൻ തയ്യാറായി, പറഞ്ഞു. അത് പിന്നെ
എന്റെ ലോഡ്ജിൽ ഒരാൾ വന്നിട്ടുണ്ട്. ആര്? അതെ, നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള്. നീ ഒന്ന് ഊഹിച്ചു പറയടാ. നീ ഒന്ന് ആരാന്ന് പറടാവേ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാ? അത് നിനക്കറിയില്ലേ? ക്രിക്കറ്റ്. ആ, അതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനാരാ? സിദ്ധു. ആ, അയാള് തന്നെ. പിന്നെ സിദ്ധു ഒന്ന് പോടത്തോരപ്പാവിടുന്നു. അത് നിന്റെ പരട്ട ലോഡ്ജില്. അതെ, സിദ്ധു ആയിരിക്കില്ല, വല്ല സിന്ധുവുമായിരിക്കും. കർത്താവാണേ സത്യം. എടാ, ഇവിടെ താമസിക്കുന്ന ഒരു ചെറുക്കന്റെ അടുത്ത സുഹൃത്താ. അവര് പഞ്ചാബിൽ വെച്ച് പരിചയപ്പെട്ട. ഇപ്പൊ ഇവിടെ വന്നപ്പോ അവനെ കാണാൻ വേണ്ടി വന്നതാ. ഓ പിന്നെ ആ, നീ വിശ്വസിക്കേണ്ട വിശ്വസിച്ചാ മതി. നീ എനിക്കൊന്നുമില്ല. നീ വട്ടന്മാരോട് നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ട്. നീ പുറകെ ഓടുന്നുണ്ടല്ലോ. ഇനി ചിലപ്പോ ബിരിയാണി കൊടുക്കണ്ടെങ്കിലാ പറയാൻ പറ്റൂലേ.